തൃശൂർ പഴുവിലിൽ ജനതാദൾ യുണൈറ്റഡ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ദീപകിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 9 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. RSS VHP പ്രവർത്തകരാണ് അറസ്റ്റിലായത്. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. VSP തൃപ്രയാർ താലൂക്ക് വൈസ് പ്രസിഡന്റ് പെരിങ്ങോട്ടുകര സ്വദേശി ശിവദാസൻ, പടിയം സ്വദേശി രാകേഷ്, പെരിങ്ങോട്ടുകര സ്വദേശികളായ വാലപ്പറമ്പിൽ ബ്രഷ്നോവ്, മരോട്ടിക്കൽ ഹൃഷികേശ്, കണ്ടാശങ്കടവ് സ്വദേശി കരിമുട്ടി പ്രശാന്ത്, പടിയം സ്വദേശി കുഞ്ഞാപ്പു എന്ന നിജിൻ, കോട്ടപ്പടി സ്വദേശി രശാന്ത്, ചാഴൂർ സ്വദേശി ബൈജു, കാലാഞ്ചിറ സ്വദേശി സരസൻ എന്നിവരാണ് അറസ്റ്റിലായത്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ 24-ന് രാത്രിയിലാണ് പഴുവിൽ സെന്ററിലെ റേഷൻ കടയ്ക്ക് മുന്നിൽ നിന്നിരുന്ന ദീപകിനും 2 സുഹൃത്തുക്കൾക്കും നേരെ ആക്രമണമുണ്ടായത്. 6 വർഷം മുമ്പ് ദീപക്കും ഏതാനും പ്രവർത്തകരും RSSൽ നിന്നും രാജിവെച്ച സോഷ്യലിസ്റ്റ് ജനതയിൽ ചേർന്നിരുന്നു. നിരന്തരം ഇരുവിഭാഗങ്ങളും തമ്മിൽ ചാഴൂർ താന്യം മേഖലയിൽ സംഘർഷവും പതിവായിരുന്നു. 1 വർഷം മുമ്പ് ശിവദാസനെ ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ ദീപകിന് ബന്ധമുണ്ടെന്നാരോപിച്ച RSS സംഘം കൊലപാതകത്തിന് ആസൂത്രണം ചെയ്യുകയായിരുന്നു. 72-52 ആയിരുന്നു വണ്ടി. അല്ല, ഏജിന്റെ ഈ സൈഡ് കട്ട് ചെയ്തിട്ട് ഒന്നുപോലെ ആക്കി സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞ് ഏജിന്റെ. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ 12-52 പോലെ തോന്നുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ നമ്പർ ഉടനെ സൈബർ സെല്ലിൽ കൊടുത്ത് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഓണറെ കണ്ടുപിടിച്ചു. ആ രജിസ്ട്രേഷൻ ഓണറെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു രാകേഷ് വന്ന് 45,000 രൂപയ്ക്ക് മേടിച്ചാൽ ഈ കേസിലെ ദീർഘനാളത്തെ ആസൂത്രണത്തിനൊടുവിലായിരുന്നു കൊലപാതകം. വാഹനം കാരാഞ്ചിറയിൽ ഉപേക്ഷിച്ച ശേഷം കൊടൈക്കനാലിലേക്ക് കടന്ന പ്രതികൾ എറണാകുളത്തേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോഴാണ് പിടിയിലായതെന്ന് പോലീസ് വ്യക്തമാക്കി. അതേസമയം പ്രതികളുമായി പഴുവിൽ സെന്ററിൽ തെളിവെടുപ്പിനെത്തിയപ്പോൾ ജനരോഷം ആണപൊട്ടി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, തൃശൂർ.